ഇതാണ് യെല്ലോ സ്ട്രോബെറി പേര. നമ്മുടെ സാധാരണ പേരയിൽ നിന്നും തികച്ചും വ്യത്യാസമുണ്ട് ഇതിൻ്റെ ഇലയ്ക്കും ഫ്രൂട്ടിനും. ഇല നല്ല പച്ചയും കട്ടിയുമുള്ളതുമാണ് യെല്ലോ സ്ട്രോബെറി പേരയുടെ ഇല. പിന്നെ ഫ്രൂട്ടാണെങ്കിൽ നെല്ലിക്കയുടെ അത്രേ വലിപ്പം വരുന്നുള്ളൂ. അപ്പോൾ നല്ല ഓർണമെൻ്റൽ പ്ലാന്റും കൂടിയാണ് ഈ സ്ട്രോബെറി പേര എന്ന് പറയുന്നത്. നല്ല വെയിലുള്ളവിടത്ത് വെച്ചാൽ പെട്ടെന്ന് കായായി കിട്ടും. 2-3 വർഷം കൊണ്ട്, മാക്സിമം 2 വർഷം കൊണ്ട് തന്നെ ഫ്രൂട്ട് ആവുന്നുണ്ട്. പിന്നെ പ്രൂണിങ് ചെയ്ത് ഒതുക്കി നല്ല പുഷായി വളർത്താനും പറ്റും. ചട്ടിയിലും വെക്കാം, നമുക്ക് ചട്ടിയിലും വെക്കാൻ പറ്റിയ ഒരു പേരം കൂടിയാണ് ഈ യെല്ലോ സ്ട്രോബെറി പേര എന്ന് പറയുന്നത്. ഇതിൻ്റെ ചുവപ്പുണ്ട്, മഞ്ഞയുണ്ട്. അപ്പോൾ യെല്ലോ സ്ട്രോബെറി പേര 2 ഇനം ഉണ്ട്. ഒന്ന് മധുരം നന്നായിട്ട് ഉള്ളതും ഒന്ന് മധുരം കുറഞ്ഞതും. അപ്പോൾ അതിൻ്റെ ഇലകൾ തമ്മിൽ ചെറുതായിട്ടൊരു വ്യത്യാസമുണ്ട്, ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ മധുരമുള്ള യെല്ലോ സ്ട്രോബെറിക്ക് വീതി കുറഞ്ഞ നീളമുള്ള ഇലകളാണ്. അപ്പോൾ മധുരം കുറവുള്ള യെല്ലോ സ്ട്രോബെറിയുടെ ഇല എന്ന് വെച്ചാൽ വീതി കൂടിയ നീളം കുറഞ്ഞ ഇലയാണുള്ളത്. എന്നുവെച്ചാൽ ഒന്നും കൂടി കുറുകിയ ഇലകളാണ്, മറ്റതിനെ അപേക്ഷിച്ച് ഒരു കുറുകിയ ഇലകളാണ് ഈ മധുരം കുറവുള്ള യെല്ലോ സ്ട്രോബെറി പേരയുടെ ഇലകൾ.